ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ട് വണ്ടികളുടെ യൂണിക്കോൺ വേഴ്സസ് പൾസറിൻ്റെ ഡ്രാഗ് റേസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡ്രാഗ് റേസിനോടൊപ്പം തന്നെ മിഡ് റേഞ്ച് ടെസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ബ്രേക്ക് ടെസ്റ്റും ഈ രണ്ട് വണ്ടികളുടെയും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം, ഇതൊരിക്കലും ആരും തെറ്റിദ്ധരിച്ച് ഈ രണ്ട് വണ്ടിയുടെ കമ്പാരിസൺ ആണെന്നോ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ രണ്ട് വണ്ടിയുടെയും റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നോ ഒന്നും ഒരിക്കലും കരുതരുത്. ഇത് തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് ടെസ്റ്റ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കും എക്സാക്ട്ലി ദ സെയിം എഞ്ചിൻ കപ്പാസിറ്റിയാണ് വരുന്നത്. രണ്ടും 150 cc ഉള്ള വണ്ടികളാണ്. പിന്നെ ഈ വണ്ടിയുടെ BHP ഫിഗേഴ്സും ടോക്ക് ഫിഗേഴ്സൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ സൈഡിലായിട്ട് കൊടുക്കാം. അപ്പോൾ നിറയെ പേർക്ക് തോന്നാവുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ 2000ങ്ങളുടെ തുടക്കത്തിലൊക്കെയാണ് ഈ ബൈക്കുകൾ രണ്ടും ഇറങ്ങിയത്. എന്തിനാണ് ഈ രണ്ട് വണ്ടികളുടെയും ഡ്രാഗ് റേസ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു 2004-2005 എന്ന് പറഞ്ഞാൽ CBR 250 വരുന്നു, അല്ലെങ്കിൽ ഡ്യൂക്കിൻ്റെ 200 ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് പെർഫോമൻസ് ആഗ്രഹിക്കുന്നവരുടെ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസറിൻ്റെ 220 അതുപോലെ ഹീറോ ഹോണ്ടയുടെ കരിസ്മ ഒക്കെ ആയിരുന്നു. അതല്ലാതെ അത്രയ്ക്കൊരു ബഡ്ജറ്റ് ഇല്ല, അല്ലെങ്കിൽ വീട്ടുകാർ വാങ്ങിച്ചു തരുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള പിന്നെ കുറച്ചുള്ള ഒരു പെർഫോമൻസ് സെഗ്മെന്റിലുള്ള ബൈക്കുകൾ എന്ന് പറയുന്നത് ഒരു 2005 നമ്മുടെ പൾസർ അതുപോലെ യൂണിക്കോൺ ഒക്കെ തന്നെ ആയിരുന്നു, ഒരു 150 cc കാറ്റഗറിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഡ്രാഗ് റേസിന് ഈ രണ്ട് വണ്ടികളിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. പഴയ രണ്ട് പെർഫോമൻസ് ബൈക്കുകളായിരുന്നു അന്നത്തെ കാലത്ത് കേട്ടോ. ഇന്നത്തെ വെച്ച് യാതൊരു കമ്പാരിസണും ഇല്ല. ഇന്ന് ഒരുപാട് ഫാസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസൊക്കെ ഇന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാനടക്കം കുറച്ച് പവറുള്ള ബൈക്ക് വേണമെന്ന് ചിന്തിച്ചൊക്കെ വാങ്ങിച്ചതൊക്കെ ഈ യൂണിക്കോണൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തിയിരിക്കുകയാണ്. സോ ആ ഒരു സ്ട്രെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ തിരക്ക് കുറഞ്ഞൊരു റോഡ് കിട്ടും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡ്രാഗ് റേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും കണ്ടു, പൾസർ തന്നെയാണ് ജയിച്ചത്. ഡെഫിനറ്റ്ലി ബെറ്റർ പെർഫോമർ ദാൻ യൂണിക്കോൺ. ഇനീഷ്യലായിട്ട് നമ്മുടെ യൂണിക്കോൺ തന്നെയാണ് കയറുന്നത്, പക്ഷേ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് നല്ല പെർഫോമൻസ് അറിയാവുന്നത് പൾസർ തന്നെയാണ്. കാരണം ആ വണ്ടിയേക്കാളും ഇതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ടോപ്പ് എൻഡ് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 132 ഒക്കെ മീറ്ററിൽ ഇൻഡിക്കേറ്റ് ചെയ്തു, അത് നല്ലപോലെ ഇറക്കമുള്ളതാണ്. അപ്പോൾ മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നത് തന്നെ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ഗുഡ് പെർഫോമർ. So Pulsar won the drag race. അപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു മിഡ് റേഞ്ച് ടെസ്റ്റാണ്.
സോ രണ്ട് വണ്ടിയും 5th ഗിയറിൽ എക്സാക്ട്ലി ഒരു 60 കിലോമീറ്റേഴ്സിൽ പോയി പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മിഡ് റേഞ്ച് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ബ്രേക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എക്സാക്ട്ലി 65 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് 3 ഹോൺ അടിക്കുന്നു. 3ാമത്തെ ഹോണിൽ നമ്മൾ സഡനായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഏത് വണ്ടിക്കാണ് ബെറ്റർ ബ്രേക്സ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, എക്സാക്ട്ലി 65. അപ്പോൾ യൂണിക്കോണാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ബ്രേക്സ് കാഴ്ചവെച്ചത്. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ബെറ്റർ പെർഫോമറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് പൾസറിനെ തന്നെയാണ്. പക്ഷേ മിഡ് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പൾസറിനേക്കാളും കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് യൂണിക്കോണാണ്. അതേപോലെ ബ്രേക്ക് ടെസ്റ്റിലും തന്നെ യൂണിക്കോണാണ് കുറച്ചുകൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പെർഫോമൻസ് വേണം, ടോപ്പ് സ്പീഡ് വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പൾസർ തന്നെയാണ് ഇപ്പോഴും ഒരു നല്ല ചോയ്സ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. സോ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.